ഞങ്ങളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ചെല്ലുന്നത് എപ്പോഴും സന്തോഷകരമായി. ചില വ്യക്തികളാണ് നമുക്ക് ദൈവശാസ്ത്രം പഠിപ്പിച്ചു തരുന്നത്. പ്രത്യാശയോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ. ഈ അമ്മച്ചിയുടെ സന്തോഷവും സ്നേഹവും ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാകരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരോടും വളരെ സ്നേഹത്തോടും കരുതലോടും ഇടപെടണം. പ്രത്യാശയോടെ സന്തോഷത്തോടെ ജീവിതം നയിക്കണം എന്നൊക്കെ കാട്ടിപ്പോന്ന സ്നേഹസമ്പന്നയായ അമ്മച്ചി. സന്തോഷവും സ്നേഹവും എപ്പോഴും അനുഭവിക്കുന്ന കുടുംബം. ഞാൻ പറഞ്ഞത് ഒരിടവയിൽ ഇരിക്കുമ്പോൾ വളരെ ബഹുമാനമാർജിക്കുന്ന ചില കുടുംബമാണ്. അത് പ്രമുഖമായ കുടുംബമായിരുന്നു ബിനോയുടെ കുടുംബം. സന്തോഷത്തോടെ ആ ദിനങ്ങളെ ഓർക്കുന്നു. അമ്മച്ചി കത്തിച്ചതായിട്ടുള്ള വിളക്ക് പല മനുഷ്യർക്കും പ്രകാശമായിരുന്നു, മാതൃകയായിരുന്നു. യാതൊരു സംശയവും അടിക്കും. കർത്താവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തണം. അമ്മച്ചി കർത്താവിന്റെ സ്ഥാനത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും മക്കളുടെ നാട്ടിൽ അമ്മച്ചിയെ കാണുന്നുള്ള പ്രത്യാശ തോന്നിക്കൊണ്ട് ഞാൻ സമാധാനിപ്പിക്കും. എല്ലാ കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ കൃപയും എല്ലാവരോടും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ഞങ്ങളുടെ ആ പ്രാർത്ഥന കൂട്ടത്തിലും ഞങ്ങളുടെ അത്രയും വീടുകൾക്കും വേണ്ടുന്ന എല്ലാ പ്രചോദനവും തന്ന പ്രാർത്ഥന കൂട്ടത്തിന് വേണ്ടുന്ന ആ പ്രാർത്ഥനയാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്ത അമ്മച്ചിയുടെ ഈ മരണത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടം മൊത്തമായും ഇടവയും ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുസരണവും കുടുംബാംഗങ്ങളെ എല്ലാവരെയും അറിയിച്ചു. അമ്മച്ചിയുടെ വേർപാട് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമായിട്ടുള്ള ഒരു അവസരമാണ്. ഞാനൊക്കെ ചെറുപ്പമായിരിക്കുന്ന ആ സമയത്ത് ഇടവകയിൽ ഇടവ സംഘം ഉൾപ്പെടെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. അമ്മച്ചി എഴുന്നേറ്റ് നിന്ന് ഇടവകയുടെ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു അമ്മച്ചിയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ആരും എഴുന്നേറ്റ് നമ്മൾ പറയുന്നില്ല. പക്ഷെ അമ്മച്ചി ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇടവകയുടെ വളർച്ചയുടെ കാര്യത്തിലും പുരോഗതിയുടെ കാര്യത്തിലും ഒക്കെ അമ്മച്ചിക്കുണ്ടായിരുന്നു. വീട്ടിൽ വെച്ചുള്ള അനുശോചന അറിയിച്ചപ്പോൾ പലരും പറഞ്ഞു തോമസ് സഭയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു അമ്മച്ചിയാണ് അമ്മച്ചിയുടെ വേർപാട് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചോളം വളരെയേറെ, ഇടവകയെ മാത്രമല്ല മൊത്തം സഭയെ സംബന്ധിച്ചോളം വളരെയേറെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. അമ്മച്ചിയുടെ വേർപാടിൽ ഇടവകയുടെ മൊത്തമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയുമായിട്ടുള്ള അനുശോചനം ഇടവകയുടെ പേരിലും വ്യക്തിപരമായ പേരിലും സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ ആ മാതൃക തന്നെ മക്കളെ ഇന്ന് നിലനിർത്തിക്കൊണ്ടു പോകുന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട്. ആ ഇടവകയുടെ സാമ്പത്തികമായിട്ടുള്ള ചില ആവശ്യങ്ങളൊക്കെ തന്ന് അവരെ അറിയിക്കുമ്പോൾ വളരെയധികം ഇടവകയെ സഹായിച്ചിട്ടുള്ള കുടുംബമാണ് ഇടവക വിശ്വത്ത്. ആ നല്ല അപ്പോൾ അത് പിന്തുടരുവാനായിട്ട് ദൈവം ഇവിടെയൊക്കെ സഹായിക്കട്ടെ. അവരുടെയൊക്കെ ഈ മനസ്സിന് ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെല്ലാം തിരുമേനി ഉടനെ തന്നെ എത്തിച്ചേർന്നുള്ള മൂത്ത മകൻ മിസ്റ്റർ ജോർജ് ചാണ്ടി. ജൂലൈ 19, 1918 ജനിച്ച അമ്മച്ചി ഇത്രയും ആൾക്കാർക്ക് ഒരു പ്രകാശവും ഇൻസ്പിറേഷനും ഇൻഫ്ലുവൻസും ആകാൻ ഇടയായി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതേസമയം
ഒരാൾക്ക് ഇത്രയും പ്രചോദനം നൽകാൻ എങ്ങനെ സാധിച്ചു എന്ന് പല വിധത്തിൽ ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ പല കാരണങ്ങൾ മകനെന്നുള്ള നിലയിൽ അടുത്ത് കാണുവാനും അനലൈസ് ചെയ്യുവാനും ഒക്കെ ഉണ്ടായത് ഏറ്റവും പ്രധാനം ഒരു പോസിറ്റീവ് തിങ്കിങ്. എപ്പോഴും ഒരു സന്തോഷിക്കുന്ന നോക്കാം. എല്ലാ കുടുംബത്തിലെയും പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും പ്രോബ്ലംസ് ഉണ്ട്. ആ കാലത്ത് വസ്തുവകകളുണ്ടെങ്കിലും ധാന്യശേഖരങ്ങളുണ്ടെങ്കിലും രൂപയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആൾക്കാർ വരുമ്പോൾ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് അവരെ കൊടുത്ത് അവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയായിരുന്നു. ഒരാളിനെ കണ്ടാൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവരിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിച്ചു അതിനെ അവരെ കൊണ്ട് തന്നെ അനലൈസ് ചെയ്യിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള അമ്മയുടെ കഴിവ് ഈ നാട്ടിൽ പല ഇന്നത്തെ പ്രഗത്ഭന്മാർക്കും അനുഭവസ്ഥമാണ്. അത് തിരുമേനിമാരായാലും അച്ഛന്മാരായാലും രാഷ്ട്രീയക്കാരായാലും അങ്ങനെ പലരും ഉണ്ട്. ലിസ്റ്റ് ചെയ്യാനൊക്കെ പറയേണ്ട അവസരമല്ല. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാക്കുക. പഠിക്കാൻ പൈസ ഇല്ലെങ്കിൽ എത്രയോ പേർ കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഇപ്പോഴൊക്കെയാണ് പലരും എന്നോട് തന്നെ പറയുന്നത്. ഞാൻ അറിയുന്നില്ല. കൊടുത്തു കഴിഞ്ഞ് അവർ BA പാസ്സായി കഴിയുമ്പോൾ ഒന്നിലൊരു അച്ഛനായി കഴിയുമ്പോൾ അടുത്ത ഒരു ബിഷപ്പാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു സുവിശേഷനാക്കാൻ പറ്റും. അച്ഛന്മാരിൽ നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള അച്ഛന്മാരിൽ പലരെയും സുവിശേഷകരാക്കി നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ അയക്കാൻ അമ്മ റെസ്പോൺസ് നടത്തുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിന്റെ കാരണം ചെറുപ്പകാലത്ത് മിസ് ബേക്കർ സ്കൂളിൽ 1940s അധ്യാപികയായിരുന്നു. അന്ന് ഈ കാലത്ത് ആ സമയത്ത് വളരെ ചുരുക്കമായിട്ട് വെള്ളക്കാരൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അമ്മാമ്മയുടെ അടുത്ത ഫ്രണ്ട്സ് കുറെ മദാമ്മമാരുടെ ഫോട്ടോസൊക്കെ അടുത്ത കാലത്ത് കാണാനിടയായി. തീരെ വാർദ്ധക്യത്തിന് അതിനെപ്പറ്റി തിരക്കുകൾ പറഞ്ഞ് അവരൊക്കെ അടുത്ത ഫ്രണ്ട്സാണ്. ഇവരെല്ലാം 1942 ഈ പള്ളിയിൽ കല്യാണത്തിന് അങ്ങനെ ഒരു 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 സാർവലൗകിക ഔട്ട്ലുക്ക് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അമ്മയുടെ യാത്രയെ പറ്റി പറഞ്ഞാൽ ഈ 91 വയസ്സുള്ള ഒരാള് യാത്ര ചെയ്യാത്ത രാജ്യങ്ങൾ വളരെ ചുരുക്കമാണ്. കാനഡ, അമേരിക്ക, പല പ്രാവശ്യം നൈജീരിയ. അത് കഴിഞ്ഞിട്ട് ഒരാവശ്യം എന്നോട് പറഞ്ഞു സിംഗപ്പൂരിൽ നിന്ന് പോകണം. അത് സഹായിച്ചു കൊടുക്കാൻ ഇവർക്ക് സഹായിച്ചിട്ടില്ല. അത് ഒഴിച്ച് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ധാരാളം സുഹൃത്തുക്കൾ. അത് ഫോണിൽ കൂടെ ആയാലും എഴുത്തിൽ കൂടെ ആയാലും അത് പ്രായഭേദമെങ്കിൽ ജാതിമത ഭേദമെങ്കിൽ മൊത്തമായി ഒരുപാട് സർവീസ് ചെയ്തിട്ടുണ്ട്, സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും CSI, ബിഷപ്പ് MM ജോൺ, അതിനു മുമ്പത്തെ ബിഷപ്പ് CK ജേക്കബ്, അങ്ങനെ ഒരുപാട് ധാരാളം ഇവിടെ വന്ന് താമസിച്ച് പോയിട്ടുള്ള കഥകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ അങ്ങനെ ഒരു അമ്മയുടെ മക്കളാകാൻ ഞങ്ങൾക്ക് ദൈവം തന്ന ഭാഗ്യത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്ന് എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി പറയും. അതേസമയം ഇനിയുമുള്ള ചടങ്ങുകളിൽ സഹകരിക്കുകയും നമ്മൾ പലരും ഞങ്ങളൊക്കെ പുറത്തായതുകൊണ്ട് എല്ലാവരും ഒന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന് സാവകാശത്തിൽ ഒന്ന് പരിചയപ്പെട്ടിച്ച് പോകാൻ ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹവും സന്തോഷവുമുണ്ട്. അങ്ങനെ ഒരു ശ്രമം നടത്തണമേ എന്നൊരു അപേക്ഷയോടുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജലപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി. നിന്റെ കൃപയാൽ ആദാമും ഞങ്ങളുടെ സന്താനങ്ങളെയും പാവമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കവർത്താൽ
പാതാളത്തിൽ സാക്ഷാത്കാരം തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്